നമ്മളെ ഇന്നത്തെ ബ്രൈഡ് ചൈതന്യ അല്ലേ? ചൈതന്യൻ്റെ വെഡ്ഡിങ് ഈവ് അല്ലേ ഇന്ന്? ഇനി നാളെ വെഡ്ഡിങ്, വൈകിട്ട് റിസപ്ഷൻ, 3 ഫംഗ്ഷൻ. ഇന്ന് എങ്ങനെയൊക്കെയാണ് വേണ്ടേ? ഇന്ന് ഓപ്പൺ ഹെയർ സ്റ്റൈൽ ചെയ്യാം, പിന്നെ സിമ്പിളായിട്ടുള്ളൊരു ഗ്ലോയി ആയിട്ടുള്ള മേക്കപ്പ്. അപ്പോൾ ഇത് അടിപൊളിയാക്കി തന്നു. നമ്മളിവിടെ ബാലുശ്ശേരി വന്നതാട്ടോ ചൈതന്യൻ്റെ വീട്ടിൽ. അപ്പം വളരെ കുറഞ്ഞ ഏരിയാസേ ഉള്ളൂ, വലിയ ഏരിയ ഒന്നുമില്ല, എളുപ്പമാണ് പണിയാൻ മാത്രം ഒന്നുമില്ല. ഉള്ളത് കുറഞ്ഞ സ്ഥലങ്ങളിൽ മാക്സിമം തക്കിയെടുക്കണം. അതെ അതെ, അപ്പം ചെയ്തിട്ട് നോക്കാട്ടോ. സാരി അവരാട്ടോ ഡ്രൈപ്പ് ചെയ്യുക. സാരി ഡ്രൈപ്പിങ്ങും ഓർണമെൻറ്റ്സും അവരാ ചെയ്യാം. ഫോട്ടോഗ്രാഫർ എത്ര മണിയാകുമ്പോഴേക്കും എത്തും നാളെ? എന്നോട് 7 മണിയാകുമ്പോഴത്തേ റെഡി ആവാനാണ് പറഞ്ഞത്. അപ്പം എന്തായാലും 4 മണിക്ക് തുടങ്ങണം. 4 മണി 5, 6, 7 മാക്സിമം. അവർക്ക് 4 മണിക്ക് അവിടെ റിസപ്ഷൻ തുടങ്ങും. അപ്പോൾ നമുക്ക് അവിടെ റെഡി ആവാനുള്ള ടൈമും കൂടെ നമ്മൾ കണക്കാക്കണം. അല്ല മോളെ, അപ്പോൾ കല്യാണം എപ്പോഴാണ്? കല്യാണം 12 മണിക്ക്. 12 മണിക്ക് കല്യാണം കഴിഞ്ഞിട്ട് നീ എങ്ങനെ 4 മണിക്ക് റെഡിയാവും? എനിക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ പറയുക, നേരത്തെ ശരിക്കും അല്ല അങ്ങനെയാണ്. നാളെ ആ മുഹൂർത്തം ഉള്ളൂ. മുഹൂർത്തമുള്ള നമുക്ക്, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ മുഹൂർത്താക്കിയാൽ മതിയായിരുന്നു. അപ്പൊ റിസപ്ഷന് കിട്ടാത്ത ഫോട്ടോസും കൂടെ അവർക്ക് രാവിലെ എടുക്കണം. അതായത് നമ്മൾ ഈ ഒരു ബ്രൈഡിന്റെ ഡ്രസ്സിൽ നമ്മൾ ആകെ കുറച്ച് ടൈമേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു ഓപ്ഷനായിട്ടാണ് നമ്മൾ പോസ്റ്റ് വെഡിങ് ഫോട്ടോഷൂട്ട് പോലെ, ഡെസ്റ്റിനേഷൻ വെഡിങ് പോലെ ചെയ്യേണ്ടി വരും. അതിന് ഞാൻ വിളിക്കും. പ്രതീക്ഷയോടെ കാത്തിരിക്കൂ. ഞാൻ വീണ്ടും ഒരു അഭിനയ കല്യാണം നടത്തുന്നതായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. അത് നമുക്ക് അടിപൊളിയാക്കട്ടോ. അല്ല പക്ഷെ നാളത്തെ ഫോട്ടോ 12 മണിക്കല്ലേ മുഹൂർത്തം? പിന്നെ എന്താ പറയുക, എനിക്ക് എൻ്റെ പിന്നെ ഞങ്ങൾ വേറെ പ്ലാൻ ഇട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബ്രൈഡ് ഗ്രൂം അവിടെ നിന്ന് 7 മണിക്ക് വരും. അതിന് മുന്നേ നമ്മൾ പുറത്ത് വെച്ച് ഔട്ട്ഡോർ വെച്ച് ഷൂട്ട് ചെയ്യാനൊരു അതാണ് അത്ര നേരത്തെ. അങ്ങനെ ഔട്ട്ഡോർ എവിടേക്കാ പോകുന്നത്? ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് ഞാൻ ഇന്ന് പോയൊരു അമ്പലല്ലേ, അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത്. പിന്നെ ഈ ഒരു ഇപ്പൊ കാർ വെച്ച വീടില്ലേ, ആ കാർ വെച്ച വീടിന്റെ കടയില വെച്ച് ഇന്റീരിയർ ഒക്കെ അടിപൊളി. അപ്പൊ വീട്ടിൽ വെക്കാൻ പറഞ്ഞെങ്കിൽ കൂടെ ഞാൻ അതനുസരിച്ചില്ല. ഞാൻ ആ കടന്റെ പുറത്തോണ്ട് ഒന്നുമില്ല, എനിക്ക് അവിടെ ഇവനാ പറ്റിച്ച്. പക്ഷെ അവിടെ ആകുമ്പോ പിന്നെ അവര് ആ വീട്ടിലില്ല, ആളില്ല വീട്ടില്. അല്ല കടന്റെ അവിടെ ആരും ഇല്ലായിരുന്നു. അപ്പൊ വിചാരിച്ചു അത് അടച്ചിട്ട കടയപ്പം റൂട്ടിൽ വെച്ച വേഗം എടുത്ത് പോകണ്ടോ. ഇവിടെ തിരിക്കാൻ ഇവിടേക്ക് ഗ്രൗണ്ടാ. അപ്പം നാളെ നമ്മൾ 7 മണിയാകുമ്പോഴേക്ക് 7-7:30 മാക്സിമം. ഞാൻ ട്രിപ്സിനോട് കുറച്ചുകൂടെ നേരത്തെ വരാൻ വേണ്ടി പറയാം. 7 മണിക്ക് ഫിനിഷ് ചെയ്യണ്ടേ അല്ലേ? അപ്പോൾ പിന്നെ 12 മണി വരെ ഇയാള് ഷൂട്ടിംഗ് തന്നെ ഇരിക്കും? അല്ല അത് ഒരു 1.5-2 മണിക്കൂർ. പിന്നെ നമുക്ക് ഇവിടെ അനുഗ്രഹം ഉണ്ട് അങ്ങനത്തെ. പക്ഷേ വിയർക്ക് കുറെ കരയും, ഇതെല്ലാം കൂടെ കുത്തി ഒഴിച്ച് പോട്ടോ. പക്ഷെ എനിക്ക് ടെൻഷൻ, ഞാൻ ഭയങ്കര കൂളായിട്ട്, എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യാൻ പോണത്. വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നൊക്കെ ഉള്ളത് മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്നത്. മറ്റവർക്കൊരു വിഷമം വരരുതല്ലോ. അവള് എന്തൊരു ഹാപ്പി ആയിട്ട് ഇറങ്ങി പോകാൻ ചോദിക്കരുതല്ലോ. ശരിയാ, മറ്റവർക്ക് വെറുതെ എന്തിനാ അങ്ങനെ വേണ്ടി വരും. അല്ലാണ്ട് എൻഗേജ്മെന്റ് ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ഭയങ്കര ഇങ്ങനെ നമ്മൾ ആരും അങ്ങനെ കൊല്ലാൻ കൊണ്ടുപോകും. അതേപോലെ ഞാൻ എല്ലാവർക്കും കല്യാണത്തിനാണ് വിഷമം ടെൻഷൻ ഉണ്ടാവുക. തൂക്കുമരത്തിലേക്ക് എടുക്കുന്ന കൊലയാളിനെ പോലെ ഞാൻ അങ്ങനെ എൻഗേജ്മെന്റിന് പോകും. ഞാൻ ഇവിടെ തന്നെയല്ലേ ഉണ്ടാവും, പക്ഷെ ഇത് ഞാൻ ഭയങ്കര കൂളാണ്. ലവ് മാരേജ് ആണോ അത് അറേഞ്ച്ഡ് ആണോ? ഞങ്ങൾ ലവ് ചെയ്തു, എന്നിട്ട് അറേഞ്ച് ആക്കി. അല്ല എന്നിട്ടും എൻഗേജ്മെന്റിന് ടെൻഷൻ വന്നോ? ഞാൻ വിചാരിച്ച അറേഞ്ച് മാരേജ് ഒരു പരിചയമില്ലാത്ത ആളാകുമ്പോഴുള്ള ഒരു ടെൻഷൻ വരുമല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് ആളെ 7th സ്റ്റാൻഡേർഡ് അപ്പൊ തൊട്ടറിയാം. ഒരുമിച്ച് പഠിച്ച അല്ല, ആള് ഞാൻ തമ്മിൽ 4 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ശരിയല്ലേ? ഈങ്ങാപ്പുഴ. ഇത് ഇവിടുന്ന് കണ്ട് അവരുടെ മാമനും എൻ്റെ അച്ഛനും ഈ ടൈപ്പ് റൈറ്റിങ്ങിനൊക്കെ ഒരുമിച്ചായിരുന്നു. പക്ഷെ ഇവരെനിക്ക് പരിചയമുള്ള എങ്ങനെയാ വെച്ചാൽ, ഇവരെൻ്റെ വീട്ടിൽ എൻ്റെ ഹൗസ് വാമിങ്ങിനൊക്കെ വന്ന് അങ്ങനെയൊക്കെ ഒരു പരിചയമുണ്ട്. പരിചയം എന്നല്ല, എനിക്കിഷ്ടമല്ലായിരുന്നു. കാരണം എന്നെ അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ഭയങ്കര എനിമീസ് ആയിരുന്നു. കാണുമ്പോൾ തന്നെ കലി വരും, നമ്മളെ ഭാഗത്തേക്ക് ഞാൻ പോകുമായിരുന്നു. അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. പിന്നെ ചോദിച്ചു, ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു, എങ്ങനെയുണ്ട്
ഇവനായിട്ട് പരിചയമായതിന് ശേഷമാണ് ക്ഷമ വന്ന്. പിന്നെയാണ് ഞാൻ ഇക്രയിലെത്തിയത്. ഇക്ര ഹോസ്പിറ്റലിൽ എത്തിയതോടുകൂടെ ക്ഷമിക്കാൻ പഠിച്ചു. മറ്റേ എല്ലാതരം ഇമോഷൻസും ഞാൻ ഫാർമസിസ്റ്റാ? അതെ, ഫാർമസിസ്റ്റാണ്. ഇപ്പോഴും ഇക്രയിൽ തന്നെയാണോ? ഇക്രയിൽ തന്നെ, ലീവൊന്നുമില്ല. ഇതിന്റെ ഫാർമസി മാനേജർ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് 2 ദിവസത്തെ ലീവും കൂടെ തരണം, അനുവദിച്ചു തരണം പ്ലീസ്. കാരണം ഞങ്ങൾക്ക് ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് ഒരു നടത്താനുള്ളതാണ്. ഞങ്ങൾ ഈ കല്യാണത്തോടെ പരിപാടി തീർക്കാനുള്ള പരിപാടി ഇല്ല. പക്ഷെ അതിലും ടെസ്റ്റ് ഉണ്ട്. അർജന്റായിട്ട് ലീവ്, അതായത് എൻ്റെ വുഡ് ബിക്ക് ലീവില്ല. ആള് അജ്മാനിലാണ് വർക്ക് ചെയ്യുന്നത്, അക്കൗണ്ടന്റ് ആയിട്ട്. ലാസ്റ്റ് ഓൺലൈൻ പരിപാടി നടത്തേണ്ടി വരുമോ? അതാണ്. പക്ഷെ ഞാൻ പോകുന്നുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ഇവിടെ ഉണ്ടാവും. ഹണിമൂൺ പോകും അജ്മാനിലേക്കാ. വേറെ എവിടേക്കെങ്കിലും പോയിക്കൂടെ? അവിടേക്ക് നമുക്ക് എപ്പോ വേണമെങ്കിലും പോവാലോ. ഏതോ വെയിലത്ത് കൊണ്ടുപോയിട്ട് അത് വേണം കേട്ടോ. കാരണം ഹണിമൂൺ എന്നുള്ള ഇതിലല്ല, പെട്ടെന്ന് തന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ പാട് ഒരു സെപ്പറേഷൻ 2 വീട്ടുകാർക്കും എൻ്റെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തള്ളിവിടാൻ തന്നെയാണല്ലോ ബെറ്റർ. നമ്മളത് എല്ലാ സ്ഥലത്തും അഡാപ്റ്റ് ചെയ്തോളല്ലോ. ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ലീവൊക്കെ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഇക്രയില്? വെച്ചിട്ടുണ്ട്. ഭയങ്കര ഇതായിരുന്നു. ഞാൻ ഒരു 11 മണി വരെ എനിക്ക് വേണ്ടി സഹകരിച്ചു. സലൂൺ പൂട്ടാന്ന് 8:30 വരെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഇവർ 9 o'clock. അതാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ബ്രൈഡിന്റെ സന്തോഷമാണ് വലുത്, ബാക്കിയൊന്നും പ്രശ്നമല്ല. പക്ഷെ ഞാനത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് പോയി, അടിപൊളി. നമ്മളേതാ ചെയ്തത്? മറ്റേ അല്ല, കസ്മാരയാണോ? സിസിഡം. ഓക്കെ, സിസിഡം. ഹൈഡ്ര വേണോന്ന് പറഞ്ഞു. ഹൈഡ്ര വേണ്ട, സിസിഡം ചെയ്തോളാം. എനിക്ക് തോന്നുന്നു അതായിരുന്നു നന്നായത്. ഹൈഡ്രയും നല്ലതാണ്. പക്ഷെ ഹൈഡ്രക്കുള്ള ഒരു കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രയിൽ ചെറിയൊരു പീലിംഗ് കണ്ടന്റ് ഉണ്ട്. അപ്പൊ അത് ചിലർക്ക് പീൽ ചെയ്യും, എല്ലാവർക്കും പീൽ ചെയ്യില്ല, ചിലർക്ക് പീൽ ചെയ്യും. അപ്പൊ പീൽ ചെയ്യുമ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് കല്യാണം വരുമ്പോൾ ആ പീലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് സ്കിന്ന് ക്ലിയർ ആവുക. അപ്പൊ കല്യാണം വരുമ്പോൾ നമുക്ക് ഈ പീലിങ്ങിന്റെ പുറത്ത് മേക്കപ്പ് ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഹൈഡ്ര വേണ്ടാന്ന് പറഞ്ഞത്. അല്ലാത്തൊരു സമയത്താണ് ഹൈഡ്ര ബെസ്റ്റ് ആണ്. പക്ഷെ നല്ല പോലെ ടാനും കാര്യങ്ങളൊക്കെ റിമൂവ് ആവും ഹൈഡ്രയില്. പിന്നെ എനിക്കെന്താ വെച്ചാൽ നമ്മളെ സ്കിന്നിന് നമ്മൾ കുറച്ചും കൂടെ നോക്കണം. ടൈം ഇല്ല എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് മാത്രം. അവനവന്റെ സ്കിന്നല്ലേ, വേണമെന്ന് വിചാരിച്ചാൽ നോക്കാം. നാളെ നമുക്ക് പറയാനുള്ള, നാളെ രാവിലെ പറയണം. ഇതൊരു ദിവസം കൂടെ തീരൂല, എല്ലാം കൂടെ ഇന്ന് പറഞ്ഞ് തീർത്താൽ. എന്റെ ഫോട്ടോഗ്രാഫർ പൊതുവെ കുറച്ച് ഭയങ്കര ജാടയായിട്ട് നിൽക്കുന്ന ടീം. ഇന്നോ ചിരിച്ച് 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 ഞങ്ങൾ ആ ഒരു ലെവല് മനസ്സിലായി. ജാടയിട്ട് നിന്നോണ്ട് കാര്യമില്ല. വീട്ടില് വെച്ചിട്ടാ പാരിഷോൺ ഈങ്ങാപ്പുഴ. നാളെ എനിക്ക് പിന്നുള്ള ബ്രൈഡ് എവിടെയാണെന്നറിയോ? ഞാൻ ഉച്ചക്ക് പോകുന്ന പറഞ്ഞത് അടിവാരത്ത് ഈങ്ങാവഴം അവിടെ തന്നെ അല്ലേ? അപ്പൊ അവിടുന്ന് ഇവരെ വീട് എവിടെയാ? ഇവരെ വീട് ഈങ്ങാപ്പുഴന്ന് റൈറ്റിലേക്ക് ഒരു റോഡുണ്ട്. അപ്പൊ ആ കുട്ടീന്റെ വീട്ടിൽ നിന്ന് അധികം ദൂരം ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു പോപ്പിത്ത് അവിടുന്ന് അങ്ങോട്ട് വരുന്നതായിരിക്കും നന്നാവുക. ഈ 2 പിമ്പിൾ ഇന്നലെ വന്നു. അത് പിമ്പിളിന്റെ കാര്യത്തിൽ വിഷമിക്കേണ്ട, അത് എല്ലാ കല്യാണത്തിനും വരുന്ന ഒരു ഗസ്റ്റാണ്. അപ്പൊ പിന്നെ നമ്മൾ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും അത് വരും. കാര്യം പിന്നെ നമ്മൾ സ്വീകരിക്കുക സന്തോഷത്തോട് കൂടിയിട്ട്. പക്ഷെ എനിക്ക് സന്തോഷം എന്താ വെച്ചാൽ എൻ്റെ സ്കിൻ എത്ര ചേഞ്ച് ചെയ്യുന്നറിയാം. പോപ്പിത്തെ എൻ്റെ ആദ്യത്തെ ഫോട്ടോ കണ്ടിട്ട് ദൈവത്തിനെ വിളിക്കും. അങ്ങനെ സ്കിൻ കെയർ ചെയ്ത് ഞാൻ നന്നായി കൊണ്ടുവന്നു. വേണമെന്ന് വിചാരിച്ചാൽ നന്നാവും. പക്ഷെ ഞാനുണ്ടല്ലോ എൻ്റെ ഫേസിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യുള്ളൂ, ബാക്കി ഇപ്പോൾ കൈ കാല് ഒന്നും ചെയ്യില്ല. അതാരും കാണൂലല്ലോ. അതെ, പിന്നെ മടിയുമാണ്. ഇതാകുമ്പോൾ പിന്നെ നമ്മൾ മുഖത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സെറ്റായാൽ മതി. മറ്റേ നമുക്ക് കുറേ പണിയില്ലേ. അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ്? ഞാൻ പറഞ്ഞു ഡിപ്പെൻഡ്സ് അപ്പോൺ പാരൻസ്. സമ്മതിച്ചാ നമ്മൾ പ്രേമിച്ച് കിട്ടും, സമ്മതിച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കിട്ടും. എന്തായാലും നമ്മൾ കിട്ടും, അല്ലെങ്കിൽ അവർ കിട്ടിക്കും. അവർ കിട്ടിക്കും.
പാരന്റ്സിന് റിസ്ക് എടുക്കാൻ റെഡി ആണെങ്കിൽ അറേഞ്ച്ഡ് നടത്താം. അതല്ല റിസ്ക് എടുക്കാൻ തയ്യാറില്ലെങ്കിൽ ഇപ്പൊ ആർക്കും റിസ്ക് എടുക്കാൻ വലിയ താല്പര്യമില്ല തോന്നുന്നില്ലേ? ഇല്ല, ഇപ്പം പക്ഷെ പണ്ടത്തെ പോലെ അങ്ങനെ ലവ് മാരേജിന് ഭയങ്കര എതിർപ്പൊന്നുമില്ല. എല്ലാ പാരന്റ്സും പറയുന്നത് പ്രേമിച്ചെന്നാ കെട്ടിച്ചേരാന്നുള്ള ഒരു ലൈനായി. ഞാൻ എന്റെ മോളോടും പറയണ്ടേ ഇതിനെങ്കിലും പ്രേമിച്ചോ, പക്ഷെ എന്റെ മോൾക്ക് റിസ്ക് എടുക്കാൻ വയ്യാന്നാ പറയുന്നത്. എന്തെങ്കിലും ഉണ്ട് ഉമ്മാനെ കുറ്റം പറയാലോ. അവളതാ പറയുന്നത്, അതാ ഐഡിയാണ്, അങ്ങനെ സൂക്ഷിക്കാൻ നോക്കണ്ട. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാസ്ക് ഇതൊക്കെ അങ്ങനെയല്ലേ വരുന്നത്. നമ്മൾ ലിപ്പിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് അതിൽ, കാരണം എല്ലാ പ്രോഡക്ട്സും നമുക്ക് ഈ ഒരു ഏരിയയിലും ലിപ്പിലും പറ്റൂല. പക്ഷെ ഈ പ്രോഡക്ട്സ് വരുന്നത് നമുക്ക് അതിലേക്കും കൂടെ ഇതായിട്ട്, അതുകൊണ്ടാണ് ഈ ഡാർക്ക് സർക്കിൾസ്, ലിപ്പിന്റെ ഡിസ്കളറേഷൻ ഒക്കെ കുറയുമെന്ന് പറയുന്നത്. ഒന്ന് മന്ത്ലി വൺസ് ചെയ്യാം. 28 days ആണ് അതിന്റെ കണക്ക്. എല്ലാ മന്ത്ലി വൺസ് ആണെങ്കിൽ റീചാർജിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 28 ദിവസം, 30 ദിവസമാണെങ്കിൽ 31 ദിവസമാണെങ്കിൽ 28 ദിവസം. ഇതിലൊരു ഗുഡൻസ് ഉണ്ട്. എന്താന്ന് വെച്ചാല് എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യം ഇങ്ങനെ നമ്മൾ ഞാൻ ഭയങ്കര ലവ് മാരേജ് വിരോധിയായിരുന്നു. നമ്മൾ അച്ഛനും അമ്മയും പറയുന്ന ആളെ മാത്രമേ കെട്ടാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് മൂപ്പര് എന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ അമ്മേനോട് ആദ്യം ചോദിച്ചു, ഇവരും നമ്മളെ കാസ്റ്റാണ്, ഞാനൊരു കാസ്റ്റ് നോക്കി പ്രേമിക്കുകയാണ്. അതെ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതാണ് ലവ് മാരേജിന്റെ ടെക്നിക്ക്. പ്രേമിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എല്ലാം അന്വേഷിക്കുക. ഇവരെ ഫാമിലി എങ്ങനെയാണ്, ഇവരെ കാസ്റ്റ് എന്താണ്, ബാക്ക്ഗ്രൗണ്ട് എന്താണ്, സ്വഭാവം എന്താണ്. അതായത് നമ്മളെ റിജക്ട് ചെയ്യാനുള്ള ഒരു അവസരവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. ഞങ്ങൾ ഇങ്ങനെ ക്യാമറ റോൾ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ അഴിഞ്ഞാട്ടമാണ്, പിന്നെ ഞങ്ങളത് എഡിറ്റൊക്കെ ചെയ്ത് സെറ്റാക്കി തരും. എപ്പോഴും ലൈവായി നിൽക്കണം. അതാണ് ഞങ്ങളെ അഭിനന്ദ് ഫോട്ടോക്കാരൻ പറയുന്നത്. അതേതാണ് ഞാൻ നിന്നോടും പറയണത്. എപ്പോഴും അലേർട്ടായി നിൽക്കണം. എപ്പോഴാ എന്താ കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റൂല. ഈടുന്ന് പിടിച്ച ഈ പാട്ടിൻ്റെ സ്റ്റെപ്പൊന്നും എനിക്കറിഞ്ഞൂട്. കളിച്ചാൽ മതിയല്ലോ. എനിക്ക് കല്യാണത്തിനും ബ്രൈഡൽ എൻട്രിക്ക് ഡാൻസ് ഉണ്ട്. പക്ഷെ അത് ഞാനൊരു 3-4 മാസം മുന്നേ പഠിച്ചു. അതിൽ ഞാൻ പോവാ. എനിക്ക് സമയമില്ലാത്തത് കാരണം ഞാനത് 3-4 മാസം ആദ്യം പഠിച്ചു. മറന്നുമില്ലല്ലോ ഇറങ്ങിയത്. അതുകൊണ്ട് മറന്നുപോവില്ല. ബൈഹാർട്ട് പഠിക്കുന്നതുകൊണ്ട്. ബൈഹാർട്ട് പഠിക്കുന്നത് ബുദ്ധിയല്ല. ബൈഹാർട്ട് പഠിച്ചിട്ട് ക്ലാസ് ടോപ്പറായി എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ബുദ്ധിയാണ് എന്നല്ല പറയാ. അങ്ങനെയല്ല, പഠിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര ക്ഷമയാണ് ബൈഹാർട്ട് പഠിക്കാൻ. ബൈഹാർട്ട് പഠിക്കാൻ പിന്നെ നമ്മളെ വീട്ടിൽ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ പഠിച്ചാൽ മാത്രമേ എന്തെങ്കിലും ആവുള്ളൂ. അതൊക്കെ വെറുതെ കേട്ടോ, ഞാനൊക്കെ ആയില്ലേ. അതാണ് ഞാൻ അതിലേക്കാണ് ഞാൻ കടക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു നല്ല പഠിച്ച് നല്ല മാർക്ക് വന്ന് നല്ല ജോലി കിട്ടും. സത്യമാണ്, നല്ല ജോലിയൊക്കെ കിട്ടി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡിസ്റ്റിങ്ഷനോടുകൂടെ പാസ്സായ എനിക്കും സപ്ലി ഇല്ലാക്കും ഒരേ സാലറിയാണ്. അതാണ് ഡാർക്ക് റിയാലിറ്റി കേരളത്തിൽ. ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആർക്കും ചെയ്തു കൊടുത്തില്ലെങ്കിലും സെൽഫ് മേക്കപ്പ് പഠിക്കാമല്ലോ. ഓപ്പിത്തൊക്കെ അക്കാഡമി വല്ലതും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അവിടെ. അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യും. നമ്മളങ്ങനെ ബാച്ചാക്കിയിട്ടല്ല, ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലായിട്ട് അങ്ങനെ കാരണം ഇതായിട്ട് ചെയ്യുന്നില്ല. മേക്കപ്പ് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കാം. പക്ഷെ അത്ര പെർഫെക്റ്റ് ആവില്ലെങ്കിലും ഹെയർ സ്റ്റൈലാണ്. എനിക്ക് ആകെ ഒരു പോണിറ്റെയിൽ മാത്രമേ. വേറെ നമ്മൾ ഡമ്മി വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് അവരിതാ ഉപയോഗിക്കുന്നത്. അതെനിക്ക് വലിയ സ്നെയിൽ മ്യൂസിനോട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഏതുകൊണ്ട്? സ്നെയിൽ മ്യൂസിന് അത് നല്ലതാ. ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്തപ്പോൾ നല്ലൊരു ഗ്ലോ വന്നു. പിന്നെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഫേസ് ഉപയോഗിച്ചാൽ ഭയങ്കര ക്രൂവലായിട്ടുള്ള ഫേസാണ്. ഇന്നത് മാറും. ഒരുത്തനും അറിയരുത്. ഞാൻ അത് നോസിൻ്റെ ടിപ്പിലേക്ക് നോക്കിക്കോട്ടോ. ഇപ്പത്തേക്കൊക്കെ ഞാൻ നോക്കൂല. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ നോക്കൂല. ഞാൻ പറഞ്ഞു ഇതാണ് ടാസ്ക്. ഓക്കെ. ലാഷ് കുറച്ച് കൂടുതലായതുകൊണ്ട് താഴേക്കൊക്കെ പിന്നെ ചാടി പോരുന്ന പുറത്തേക്ക്. അയ്യോ, ഇതെന്ത് കണ്ണ്? എൻ്റെ കണ്ണിൻ്റെ പ്രത്യേകതയാണ്.
അങ്ങനെ തോറ്റെടുക്കാൻ പാടില്ലല്ലോ. തോറ്റു കൊടുക്കാതെ പോപ്പിത്തായി ആ നീ കിടക്ക്. ആ അനസ്തേഷ്യ ഒക്കെ ചെന്നിട്ട് ഓപ്പറേഷൻ തിയേറ്റർ പോലെ തോന്നുന്നു. മറ്റേ ഇന്നസെന്റിന്റെ ഇതിന്റെ മൈരി ഇതിലും വലുത് ചാടിക്കിടന്നവനാണ് മുജൻ ജഗാനി. ഇതൊക്കെ പതുക്കെ തിരിച്ചാ നിക്കാ മതി കേട്ടോ. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ പില്ലോ ഒന്നും വെക്കാണ്ടിരുന്നത്. പിന്നെ അത് അനസ്തേഷ്യ ഇല്ലാണ്ട് നടക്കൂലെന്ന് നല്ലോണാണ് പില്ലോ വെച്ച്. വേണ്ടാന്ന് വിചാരിക്കുന്നത്. ഇടാൻ പറ്റുമോ? സീരിയസ് ആയിട്ട് ഇട്ടോ. യോധ സിനിമയിൽ ജഗദീൻ ഉണക്കമീ മണപ്പിക്കുന്ന സീനിൽ മൂക്കിന്റെ പറയുമ്പോ ഞാൻ 12 മണിക്ക് വരാൻ പറഞ്ഞാലും കുട്ടൻസ് ഇപ്പം മനസ്സിലായി. പക്ഷെ ഞങ്ങള് പോയെന്നവർക്ക് എത്തിയല്ലോ. ഇതും വെച്ച് ഇറങ്ങിയ പിന്നെ നാളെ ഇത്രയും മണി എടുക്കണ്ടല്ലോ. നമുക്ക് 1/2 മണിക്കൂർ ലാഭം കിട്ടും. 1/2 മണിക്കൂറൊന്നും ആയില്ല. നമ്മള് 10 മിനിറ്റ് കൊണ്ട് വെച്ചില്ലേ. പക്ഷെ ഇത് നല്ല കേട്ടോ. ഞാൻ എന്തായാലും സാധാരണ നമ്മള് വിത്തിൻ സെക്കൻഡ്സ് വെക്കുന്നതാണ്. ഇതൊക്കെ എക്സ്പേർട്ടുകൾക്കേ പറ്റും. ഇയാള് തുറക്കാത്തൊരു പ്രശ്നമാണ്. പിന്നെ ലാഷസ് ആണെങ്കിൽ ഓൾറെഡി എക്സ്റ്റൻഷൻ വെക്കണ്ട. അതിന്റെ ആർക്കും എത്ര നല്ല ഇതുള്ളത് ലാഷുള്ളത്. കാരണം ഐലാഷസ് വെക്കേണ്ട ആവശ്യമില്ല, അത്രയും തിക്കാണ്. ഈ മസ്കാര വെച്ചാൽ തന്നെ എന്നോട് ഇങ്ങനെ പറയായിരുന്നു, ഐലൈനർ ഒക്കെ ഉപയോഗിക്കുമ്പോഴേ നമ്മള് ഈ ലാഷിനെ മുളാവില്ല. അപ്പോൾ ത്രെഡ് ചെയ്യാൻ പോകുമ്പോൾ ബ്യൂട്ടി പാർലർ എന്ന് പറയും നല്ല ലാഷസ് ആണ്, നല്ലോണം കൊണ്ടടക്കണം, കാസ്ട്രോയിഡൊക്കെ അപ്ലൈ ചെയ്യണം. ഓലമടൽ ഒട്ടും കുറയ്ക്കണ്ടല്ലോ. ഒട്ടും കുറയ്ക്കണം. നമുക്ക് വരയ്ക്കാം. അതാണ് അത് വരച്ചതിലാണ് അന്ന ഭാഗത്ത് പറ്റി. ചുണ്ടിന്റെ ഷിപ്പ് മാറിപ്പോയോ കംപ്ലീറ്റ് ആയിട്ട്. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു മറ്റേ മിറർ ഇമേജ് ആണല്ലോ വരിക. അപ്പം അതിൽ ഭയങ്കര വൃത്തികേടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിരിച്ചതുമില്ല, ആകെ ടെൻഷൻ മൊത്തം. അപ്പോൾ ചിരിച്ചില്ല. ചുണ്ട് റെഡിയായി, ലെൻസ് വെച്ചു. അപ്പം എല്ലാം കൂടെ ഒരു എന്നെ ആരോ നിർബന്ധിച്ച് കെട്ടിക്കുന്ന പോലെ എന്നോടെല്ലാം ചോദിച്ചു, എന്നിട്ട് ശരിക്കും ലവ് മാരേജ് തന്നെയല്ലേ, നമുക്ക് അവനൊരു ഇഷ്ടമല്ലാത്ത പോലെയുണ്ടല്ലോ നിൽക്കുന്നത്. വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ. പക്ഷെ അത് ഞാൻ എൻ്റെ സേവ് ദ ഡേറ്റിന് സ്കോർ ചെയ്തു. ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ ചിരിക്കുമെന്ന് കേട്ടായിരുന്നു. അപ്പം എനിക്ക് ചിരി മാത്രമേ ഉള്ളൂ, ഞാൻ എന്നെ നിർത്താതെ ചിരിക്കുന്നു. നല്ല വൃത്തിയാ, ക്ലീൻ യു. അല്ല ഞങ്ങൾക്കാണ് പിന്നെ ആറായതുകൊണ്ടേ അതാണ് ആ ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മണിയറ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഞാൻ ഇന്നലെയും കൂടെ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാനിവിടെ എനിക്ക് ബെഡൊക്കെ കൊണ്ടുവന്നത്, പുതിയ ബെഡൊക്കെ കൊണ്ടുവന്നത് 2 ദിവസം മുന്നേ. ഞാൻ പറഞ്ഞു ഇതിലൊന്ന് ഞാൻ കിടന്നോട്ടെ 2 ദിവസം, ഒന്ന് പെട്ടെന്ന് കൊണ്ടുവരൂ. എനിക്കിപ്പോൾ എൻ്റെ അമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ, അമ്മേൻ്റെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൂട്ട് വേണം, അങ്ങനെ. പക്ഷെ എനിക്ക് അതൊന്നും ആവശ്യമില്ല. അപ്പോൾ പിന്നെ എപ്പോൾ വേണമെങ്കിലും എനിക്ക് കാണണം തോന്നുമ്പോൾ വരാമല്ലോ എന്നുള്ള. അല്ല അതിപ്പോൾ ആർക്കും അങ്ങനെ ഒന്നുമില്ലല്ലോ. അതൊക്കെ പണ്ട് എല്ലാവർക്കും ഭയങ്കര മാഞ്ഞാളങ്ങളൊക്കെ പണ്ടുണ്ട്. അമ്മ പറയുന്നത് ഞാൻ കൊല്ലത്തിൽ ഒരിക്കലാണ് എൻ്റെ വീട്ടിൽ പോകുന്നത്. എനിക്കൊക്കെ ചിന്തിക്കാൻ പോയില്ല. ഞാൻ കൊല്ലത്തിൽ ഒരിക്കലാണ് ഞാൻ അങ്ങോട്ട് പോകാറ് എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞാലും ഓപ്ഷൻ്റെ സമയത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യത്തെ രാവിലത്തത് മാറാനുണ്ടല്ലോ, അതിന് നല്ല സമയം എടുക്കും. കാരണം ഈ സാരിയും സംഭവം ഓർണമെന്റ്സ് ഒക്കെ ഊരിയെടുത്ത് തലേന്നുള്ളതൊക്കെ മാറ്റിയെടുക്കുമ്പോഴേക്ക് തലയിലും ഒക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ കൂടെ മാറ്റിയെടുക്കുമ്പോഴാണ്. പക്ഷെ ചില ആൾക്കാരുണ്ട് രണ്ടിനും കൂടെ ഒരേ മേക്കപ്പ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റും തോന്നില്ല. കാരണം രണ്ട് ലുക്ക് തന്നെയല്ലേ. ഒന്ന് പക്ക ട്രഡീഷണൽ ഹിന്ദു ബ്രൈഡും മറ്റേതൊരു ഡിസൈനർ സാരി ആകുമ്പോൾ അതൊരു ഇതായിരിക്കും.
കേട്ടാ. അതാണ് ഇവർക്ക് ലീവില്ലാത്ത പ്രശ്നം കൊണ്ടാണ് അങ്ങനെ റെഡിയായത്. എവിടെയാ വർക്ക് ചെയ്യുന്നത്? അവിടെ അജ്മാനിലൊരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ട്. അവർക്ക് കല്യാണമെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? അത് ഇവർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഇവര് ലക്ഷറി ഫുഡ് വെയറിന്റെ ഇതാണ് ഇൻഡസ്ട്രി. അപ്പൊ ഇവർക്ക് ഈ റംസാനും ബക്രീദിനുമാണ് ഇവർക്ക് പീക്ക് സെയിൽ ഉണ്ടാവുക. ഇനി വരാൻ പോകുന്ന ബക്രീദാണല്ലോ, അപ്പൊ അതിന് മുന്നേ ഇവരെത്തണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ കല്യാണം അത് കഴിഞ്ഞിട്ടാക്കി കൂടെ. പെണ്ണ് കണ്ടു പോയിട്ട് എന്നെ 3 കൊല്ലം, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 1 കൊല്ലം. 2 മാസമല്ലേ ഇത്രയും കാത്തുന്നവർക്കാണ് ഇനിയിപ്പോ 2 മാസം കാത്തു നിൽക്കാൻ പറ്റില്ല. ഇവിടുത്തെ നാട്ടുകാരൊക്കെ വിചാരിച്ചത് എന്റെ കല്യാണം കഴിഞ്ഞു എന്ന്. കാരണം എൻഗേജ്മെന്റിന് അത്യാവശ്യം വലിയ പരിപാടിയായിരുന്നു, ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്താ അതങ്ങനെ നീട്ടാൻ തോന്നിയില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 1 കൊല്ലമായി. അപ്പൊ അമൃതന്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 കൊല്ലമായി. ഒരു ആനിവേഴ്സറിന്റെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എന്ത് പെട്ടെന്നല്ലേ ഇടാൻ പറ്റൂ, പക്ഷെ ഊരാൻ പറ്റും. വൈഡല്ലേ നെക്ക്? നെക്ക് വൈഡാണ്, പക്ഷെ അത് ആ ഒരു കപ്പ് സൈസ് ഒന്നും എൻ്റെ അല്ല. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. റെഡിമെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് പറ്റുന്നൊന്നുമില്ല. അതോ അവര് കംപ്ലീറ്റ് പേയ്മെന്റ് സെറ്റിൽമെന്റ് ഒക്കെ അവര് ഒക്കെ ഞാൻ ഐഡിയാസ് കംപ്ലീറ്റ് ആണ്. മേനൊക്കെ നോക്കിക്കോ. അത്യാവശ്യം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട്, അതാണ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഐഡിയാസിനെ റെസ്പെക്ട് ചെയ്യുക, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് തരുന്നതാണല്ലോ, അതാണല്ലോ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. പറഞ്ഞു നാളെ കല്യാണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പോസ് നോക്കാൻ പറയും, ഭയങ്കര ഇങ്ങനെ കണ്ണിലേക്ക് പിന്നെ പോരുന്നതായിട്ട് തോന്നിയിരുന്നു. വെച്ചതിലെന്താ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ലെൻസ് നീ വാങ്ങി വെച്ച ലെൻസ് അല്ല, അവർ കൊണ്ടുവന്ന. ഞാൻ വാങ്ങി വെച്ച ലെൻസ് പറഞ്ഞ പോലെ തന്നെ ഞാനും മറ്റേ എക്വ മാറ്റില്ലേ, ആ ഒരു ഇതിന്റെ ബ്രാൻഡിന്റെ അങ്ങനെ വാങ്ങിയായിരുന്നു. നമ്മൾ അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ കൊടുത്ത് കണ്ണിൽ വെക്കുന്ന സാധനമല്ലേ. പക്ഷെ അതിങ്ങനെ പറഞ്ഞമായി റിജക്ട് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു അത് ലെൻസ് വലുതാണ് നിങ്ങൾ വാങ്ങിയത്. അങ്ങനെയുണ്ടോ? ലെൻസിന് സൈസ് ഉണ്ടോ? അപ്പോൾ പിന്നെ അവർ പറഞ്ഞു എന്നാൽ ഞങ്ങൾ അതിലതെടുക്കാം. അതാണ് പച്ച നീലയായിട്ട് 2. അത് പക്ഷെ രണ്ടും 2ആയി പോയതായിരിക്കും, മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടാവും. പക്ഷെ എനിക്കൊരു ഗ്രീൻ ലെൻസാണ് വെച്ചത്. അപ്പോൾ നമ്മൾ ഇതിന് കോംപ്ലിമെന്റ് ചെയ്യാത്തൊരു സാധനമാകുമ്പോൾ ഫേസേ മാറിപ്പോയല്ലോ, അതുകൊണ്ടായിരിക്കും ക്രൂരത. അതാണ് അന്ന് ആലിയ ഭട്ടിന്റെ കല്യാണം കഴിഞ്ഞ സമയമായിരുന്നു. ഇൻസ്പയർഡ് ലുക്ക്. പക്ഷെ അതിന് എനിക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബിഫാം ചെയ്തത് ഇവിടെ KMCT നാഷണൽ കോളേജ് ഓഫ് ഫാർമസി എന്ന് പറയും. നിങ്ങളെ ബിഫാമിനാണ് ഈ ഡോക്ടർ എന്ന് പറയുന്നത്? അതല്ല, അത് വേറെ ഫാംഡി. ഇത് നമ്മൾ മറ്റേ ഇൻഡസ്ട്രിയിലേക്ക് ഉള്ളതാണ്, R&D ഒക്കെ ആയിട്ട്. പക്ഷെ എനിക്ക് ഇൻഡസ്ട്രി വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റൽ. ഇന്ന് രാത്രി വാങ്ങി വെക്കണം തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ AC-ൽ വെക്കാൻ പറ്റും? കെട്ടി വെക്കുമ്പോഴാണ് ഈ ചീഞ്ഞു പോകുന്ന പ്രശ്നം വരിക. വാഴൻ്റെ ഇലയിലല്ലേ അവർ തരിക, അങ്ങനെ തന്നെ കെട്ടി ചെയ്യാൻ വിടാണ്ടേ തുറന്ന് വെച്ചാൽ മതി. 12 മണിക്കാണെങ്കിൽ അവർ അവിടെ 12 മണിക്കോ കൊണ്ടുവന്നതൊന്നും ആയിരിക്കില്ലല്ലോ. അവരിങ്ങനെ വെള്ളം തെളിക്കുമല്ലോ. പക്ഷെ അവര് നല്ല ഫ്രഷ് ആയിട്ട് വെക്കും. അവരോട് ചോദിച്ചു നോക്കിയാൽ മതി എന്താ ടെക്നിക്ക് ഉണ്ടോ. അതായിരിക്കും ഏറ്റവും നല്ലത്. അച്ഛൻ അറിയുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്കിതിനെ കുറിച്ച് വലിയ വരില്ലല്ലോ. എന്തെങ്കിലും വല്ല സ്പ്രേ ഒക്കെ ഒന്ന് അടിച്ചു തരുമെന്ന് വെച്ചാൽ ഗോൾഡൻ കിട്ടിയാലും മതി. ഗോൾഡൻ കിട്ടിയാൽ മതി. പെൻസിൽ അനിയത്തിനോട് ഒരു മോഹിനിയാട്ടം കളിക്കാൻ പറഞ്ഞൂടെ? ഓക്ക് ഡ്രസ് ഇട്ട് ഫോട്ടോ എടുക്കണം ഞാൻ പറഞ്ഞായിരുന്നു.
ഉണ്ട്. അപ്പൊ അവർക്കും കൂടെ കാണാനായിരുന്നു തോന്നുന്നുണ്ട് ആ ഒരു സ്റ്റൈലിൽ അവര്, കാരണം നമ്മളെ കേരള കൾച്ചർ കേരള കൾച്ചർ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് അന്ന് പറഞ്ഞിരുന്നു കുറെ ഗവൺമെന്റ്. ചേച്ചിന്റെ ഫാദർ എന്തോ ഒരു ആര് ഏതോ മിനിസ്റ്ററിന്റെ PA അങ്ങനെ എന്തോ ആണ്. ഞങ്ങളിങ്ങനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എപ്പോഴും ചോദിക്കും, ഇനി എത്ര കാലം കഴിയണം കാണാൻ, എത്ര കാലം കഴിയണം കല്യാണം പറഞ്ഞ് 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 കൊല്ലം തീർന്നു, മാസം തീർന്നു, ആഴ്ച തീർന്നു, ദിവസം തീർന്നു, ഇനി നാളെ. ഈ ഫോട്ടോഗ്രാഫർ എൻ്റെ എൻഗേജ്മെൻറ്റിന് അവരെന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. തുള്ളി പോവും. ഞാൻ എന്നിട്ട് എല്ലാരോടും പറയും ഇതേ നമ്മള്, കാരണം മറ്റൊരു കാരണന്മാര് എന്തായാലും അവർ ആ പ്രായത്തിന്റെ സ്വഭാവം അവർ കാണിക്കും. അതില് ഞാൻ ബ്ലസ്ഡ്, അങ്ങനെ ആരുമില്ല അവിടെ. ചില വകയിലെ അമ്മമാരൊക്കെ വന്നിട്ട് എൻ്റെ അമ്മ ഭയങ്കര സീനാ, എന്താ പറയാ, ഇത് കാണിക്കാൻ വേണ്ടി സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന മനുഷ്യന്മാരും ഉണ്ട്, വെറുതെ ഒരു കാര്യമില്ലാണ്ട്. നമ്മളിവിടെ ഇരുന്ന് ഇവിടെ ഒരു ബ്രൈഡിന് പോയിട്ട് ഒക്കെ കഴിഞ്ഞ് ബ്രൈഡ് ഒരുങ്ങി പോയിക്കുന്നേ ചേച്ചീനെ മേക്കപ്പ് ചെയ്യാം. അപ്പോൾ ഈ വകയിലെ ഏതൊരു അമ്മോനാ വന്നിട്ട് ചോദിക്കുക, അല്ല നിങ്ങൾ ഇന്ന് തന്നെ തീർക്കും. അതല്ലേ ചിലരില്ലേ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇത് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് തുടപ്പിക്കും. അല്ല അത് ഇനിയിപ്പോൾ എന്താണെങ്കിലും ശരി, നമ്മൾ ബ്രൈഡിനെ അവരെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണ്ടേ. പിന്നെ എല്ലാവരും ഈവൻ നമ്മൾ ഡ്രസ്സ് എടുക്കണ പോലെയാണ്, എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആയിരിക്കില്ല, എല്ലാവരും ഡിഫറെൻറ്റ് ടേസ്റ്റ് അല്ലേ ഉണ്ടാവുക. അതാണ് നമ്മളിപ്പോൾ ഒരു ചെയ്യുമ്പം ചോദിച്ചിട്ട് ചെയ്യുന്ന അടിച്ചോണ്ട് വിളിച്ചിട്ട് ചെയ്യാണ്ടിരിക്കുക ചെയ്യാം. പോകല്ലേ നാളെ ഈങ്ങപ്പുഴവർ, അത് ശരിക്കും അടിവാരത്തേക്ക് കുറച്ചുകൂടെ അടുത്താ, അപ്പൊ നമുക്ക് അടിവാരത്തുനിന്നാ വരാനുള്ളതാണ്. അത് അങ്ങക്ക് അവിടെ നിന്ന് അങ്ങനെ വരാനുള്ള. പക്ഷെ നിങ്ങൾ എത്ര 12 മണിൻ്റെ മുഹൂർത്തം കഴിഞ്ഞ് എത്ര മണിക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റും എന്നതിലെ നമുക്കൊരു വടംവലിയാണ്. ന്യൂസ് എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല, എൻ്റെ കല്യാണമാണ്, ഞാൻ മാറ്റിയിട്ടേ വരുള്ളൂ. ഞാൻ ആദ്യം വന്ന് ഞാൻ മാറ്റിയിട്ടേ വരും. റിസപ്ഷൻ വെക്കാണ്ടിരിക്കുന്നതാണ് ബുദ്ധി. ചോദിച്ചിട്ട് എൻ്റെ അഭിപ്രായമൊക്കെ ചോദിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫേവർ അവർക്ക് ചെയ്യട്ടെ. പാവല്ലേ ഒന്നുമില്ല, എന്നെ കിട്ടുന്നില്ല. ഇത് തന്നെയാണ് എൻ്റെ അമ്മയും പറയുന്നത്, കെട്ടുന്നില്ലേ. അത്രയും മഹാമനസ്കത കാണിക്കുന്ന ഒരാളോട് നമ്മൾ കുറച്ചൊരു നല്ല ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള ആളും, അവള് ഭയങ്കര ക്ഷമ. കുറച്ച് നേരത്തെ പറഞ്ഞ നിനക്ക് ഭയങ്കര ക്ഷമ എന്നല്ലേ? അങ്ങനെയല്ല, മൂപ്പര കാര്യത്തിൽ എനിക്ക് തീരെ ക്ഷമയില്ല. ഞാൻ ബാക്കിയുള്ളവരോടൊക്കെ ഞാൻ നല്ല, എന്നോട് എപ്പോഴും പറയും എന്നോട് മാത്രം എനിക്ക് എത്ര ദേഷ്യം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്താണല്ലോ നമ്മൾ അത്രയും തല്ലിപ്പൊളി സ്വഭാവം. ഇതന്നെ കേട്ടിട്ട് ഇത് തന്നെയാണ് അത്. പക്ഷെ എല്ലാവർക്കും കൊണ്ടുപോയി അല്ല, അതേപോലെ നമുക്ക് എന്തെങ്കിലും ചീക്സ് വെക്കാനുള്ള എന്തെങ്കിലും പരിപാടി, അതിനാണ് ഈ ബ്ലഷ് നമ്മൾ കുറച്ചുകൂടി ഈ ഏരിയ, നമ്മളിപ്പം വലിയ ഫേസ് ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയയിലെ ബ്ലഷ് കൊടുക്കും, ഇങ്ങോട്ടേക്ക് കൊടുക്കില്ല. എന്നാൽ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ബ്ലഷ് ചെയ്ത് നിൽക്കും. ഇവിടേക്കാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് അങ്ങോട്ട് ലിഫ്റ്റ് ആവും. അതേ സ്ഥാനത്ത് കുറഞ്ഞവർക്കാണ് നമ്മൾ ഇങ്ങോട്ടാണ് കൊടുക്കുക, അവിടേക്ക് കുറച്ചിട്ട്. ഡയറക്ഷൻ ഇതിലെല്ലാം പ്രോഡക്റ്റിൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാത്തിനും ഡയറക്ഷൻസിൽ മാത്രമാണ് വ്യത്യാസം വരുത്തുന്നത്. എല്ലാവർക്കും നോമ്പുറയ്ക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാവും അവിടെ, ഫുള്ള് ഹോസ്പിറ്റലിൽ എല്ലാ പേഷ്യൻസിനും സ്റ്റാഫിനും കംപ്ലീറ്റ്. അപ്പോൾ ഒരു മാസം ഞാൻ നോമ്പ് എടുത്തിട്ടില്ല, പക്ഷെ നോമ്പ് ഞാൻ തുറന്നു. എന്നും രാത്രി ഇതേപോലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇന്ന് ചിക്കൻ ബിരിയാണിയാണ്, നാളെ ബീഫ് ബിരിയാണി, അതിൻ്റെ പിറ്റേന്ന് നെയ്ച്ചോറ്, അങ്ങനെ ഒരു മാസം. അതാണിത്, പേപ്പറിലല്ലേ. എന്നിട്ട് വണ്ണം വെച്ചില്ല. ഞാനൊക്കെ വെള്ളം കുടിച്ചാൽ മതി, എന്നിട്ട് വണ്ണം വെക്കുന്നില്ല. അപ്പം എല്ലാവരും പറഞ്ഞ കല്യാണം കഴിഞ്ഞാൽ വണ്ണം വെക്കും. ഇതൊക്കെ തന്നെ ആയിരുന്നു ഞാനും ഒരു കാലത്ത്, ഇങ്ങനെയായിരുന്നു.
ഇപ്പൊ അതാ വെറുതെ വണ്ണം പക്ഷെ എനിക്ക് വണ്ണം വെക്കണം, എന്നിട്ട് ഞാൻ മെലിഞ്ഞതാന്ന് പറഞ്ഞു വരുമ്പോൾ കൂടെ എനിക്ക് നടക്കണം. വല്ലാണ്ട് അഹങ്കാരം പറയുന്ന മോളെ. അങ്ങനൊക്കെ പറഞ്ഞ് ഞാൻ 2 സ്കേർട്ടൊക്കെ ഇട്ടിട്ട് സാരി കൊടുത്ത 2, 3 അണ്ടർസ്കേർട്ട് ഇട്ട് സാരിയൊക്കെ കൊടുത്ത ആളാണ്. ഇപ്പൊ എനിക്ക് ഒരു സ്കേർട്ട് വൃത്തിക്കിടാൻ പറ്റുന്നില്ല വണ്ണം കാരണം. പക്ഷെ എന്താ വണ്ണുള്ളത്? എന്റെ മുഖത്തിന് വണ്ണം ഇല്ലാത്തതുകൊണ്ട് മാത്രം ആൾക്കാരെ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഞാനിപ്പോൾ എൻ്റെ സിസ്റ്ററോട് പറഞ്ഞിട്ടേ ഉള്ളൂ, നമ്മളൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് പോപ്പിത്തൻ്റെ ഇടയിൽ സീരിയസ്ലി ഞാൻ ഓരോ ബ്രൈഡ്സിന് ഇങ്ങനെ പോപ്പിത്ത മേക്കപ്പ് ചെയ്യുന്നതാണെന്ന് ഞാൻ വിചാരിക്കും, ഇത്രയും പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് പോപ്പിത്തൻ്റെ നാച്ചുറൽ ബ്യൂട്ടി പോലെ ആയില്ലല്ലോ. ആളുടെ ഞാൻ മാനിക്യൂറും പെഡിക്യൂറും ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെതൊന്നും മെനയായില്ല. ഞാൻ ആളുടെ കൈ കണ്ടിട്ട് അതെ, അത് വല്ല ആസാമിക്കും ജനിക്കണം. അങ്ങനെ ഒരു കാര്യം കൂടി നമ്മളിവിടെ സൗത്തിൽ ജനിച്ചിട്ട് ഇത് ഫെയർ ആയത് മാത്രല്ല, എന്റെ കൈയൊക്കെ പെരും ഡ്രൈ ആണ്, ഹൈഡ്രേറ്റ് ആണ്. ഞാൻ ഇനി സ്കിൻ കെയർ റൊട്ടീൻ അന്നേരം ഓള് പറഞ്ഞു ഞാൻ ബേസാൻ മറ്റേത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബേസിനൊക്കെ നമ്മളെ ബോഡി കാണിച്ചാൽ ഒന്നുകൂടെ ട്രൈ ആവും. ഞാൻ പറഞ്ഞതൊക്കെ കൊല്ലങ്ങളായി ഞാൻ ട്രൈ ചെയ്ത്, ഇനി മുളക് പൊടി മാത്രമേ പരീക്ഷിക്കാൻ ബാക്കിയുള്ളൂ. അത് അവരെ ഓരോ നമ്മളെ സ്കിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ജെനറ്റിക് ആണ്. അത് നമുക്ക് ആദ്യം എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഇപ്പോൾ കുറച്ചൊരു ഡീപ്പർ സ്കിൻ ടോൺ ആണെങ്കിൽ ബോഡി ത്രൂ ഔട്ട് ഡീപ്പർ സ്കിൻ, അതെ ഫെയർ ആണ് ബോഡി ത്രൂ ഔട്ട്. ഇത് അങ്ങനെയല്ല, ഓരോ സ്ഥലത്തും ഓരോ കളർ. നമ്മൾ ഈസ്റ്റ് മാൻ ആണ്. അതെ, നോക്കിയിട്ട് നിനക്ക് ഡാർക്ക് ആക്കണം തോന്നുകയാണെങ്കിൽ മാത്രം. ഡാർക്ക് ആക്കിയ പെരുകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് കാണാൻ ഭയങ്കര സംഭവമായിരിക്കും, അതേസമയത്ത് ഡയറക്റ്റ് കാണുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് ശരിക്കും പുരികം കുറവുള്ളവരെ ഇഷ്ടം, കാരണം അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് നല്ല പിരിക കേട്ടോ, ഇതന്നെ എഴുതാൻ മെനക്കെടണ്ടല്ലോ, അതല്ലേ കുറച്ചുകൂടി അത് ഈസി. എൻ്റെ ഹസ്ബൻഡ് വെരി കാരണം മൂപ്പര് എല്ലാ പരിപാടിക്കും ഞാനുണ്ടാവും. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ചടപ്പം ഒഴിവാവല്ലോ. അവർക്കപ്പം ഇന്ന് പരിപാടി പരിപാടിയില്ല. അപ്പൊ ആരും വരൂല. അങ്ങനെ ഒരു നാളെ റിസപ്ഷൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആരും വരില്ല. ഇനിയിപ്പോ ഇൻ കേസ് അവർക്ക് വരാൻ പറ്റാത്തവരൊക്കെ ഒന്ന് വരികയെന്നല്ലാതെ വിളിച്ചിട്ട് പോയില്ലാന്ന് എനിക്ക് തോന്നുന്നു. ടീഷർട്ടോട്ട് ഇരിക്കുന്നത് കിടക്കണേ. ഫേസ് കഴിഞ്ഞു. എങ്ങനെയുണ്ട് കണ്ടിട്ട്? ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് ഇഷ്ടമായോ? ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുണ്ട്. സ്വന്തം ഭംഗിയും ഫുള്ളായിട്ട് പുറത്ത് വന്ന പോലെ അല്ലേ? ഫുള്ളായിട്ട് പുറത്ത് വന്ന പോലെ. കാരണം എനിക്കുണ്ട്, ഞാൻ മുന്നേ പോപ്പിത്തനോട് പറഞ്ഞല്ലോ, എനിക്കൊരു പ്രീവിയസ് ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഐബ്രോ ഈ ഒരു തിക്നെസ് പോരെ, കൂട്ടുണ്ടല്ലോ. വേണ്ട എന്താണ് ഫേഷ്യൽ ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. ഇനി ഹെയർ പിന്നെ ഹെയറും കൂടെ കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് കാണാം. അടിപൊളിയാവും. എൻ്റെ റിക്വയർമെൻ്റ് എന്താണോ അതേപോലെ തന്നെ ആയിട്ടുണ്ട്. അടിപൊളി. ഇതുവരെ സംസാരം വായ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി കുറച്ച് നാളത്തേക്ക് എന്തൊക്കെയാ പറയേണ്ടതെന്നുള്ള ഒന്നൊന്ന് രാത്രി അപ്പോൾ നമുക്ക് നാളെ തുടങ്ങിയിട്ട് നാളെ ഇതിൻ്റെ ബാക്കി നാളെ അതിൻ്റെ ബാക്കി വൈകുന്നേരം. അപ്പോൾ ഇന്ന് പരിപാടിയൊക്കെ അടിച്ചു പൊളിക്കും. വേഗം കൊണ്ടൊന്നും ഉറങ്ങുക, ഉറപ്പൊഴിയരുത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈല് ഈ സൈഡാണോ ഈ സൈഡാണോ? എനിക്ക് എല്ലാ സൈഡും നമുക്ക് എടുക്കണ്ടായിരുന്നു. പുറത്തു പോയാല് ഈ ഒരു ബന്ധം വാങ്ങി പതുക്കെ അങ്ങോട്ട് നോക്കിയേ, പതുക്കെ നോക്കണോ.
നാളൊക്കെ പ്രാക്ടീസ് ചെയ്യണം. എന്താ സാധനം നോക്കാറില്ല. അങ്ങനെ തന്നെ പറയരുത്, അപമാനിക്കരുത്. ഈ ഡയലോഗ് എനിക്ക് നാളെ എടുക്കാന്നുള്ളതാണ്. ഈശ്വര, നാളെ വരക്കേ മറ്റേ ലൈവായിട്ടുള്ള വീഡിയോസ് വേണം എന്നാണ്. എന്നെ പറ്റി എന്താ കുറ്റാണോ? ഞാൻ നേരത്തെ കുറേ പറയാനുണ്ട്. ലൈറ്റ് വരുന്നു, ഫ്രെയിമിൽ ലൈറ്റ് വരുന്നു. ഓക്കെ, അങ്ങോട്ട് നോക്കി കുട്ടി. ആ ഓക്കെ.